നമസ്തേ, ഞാൻ ശിവൻ പാല ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൽ നിന്നും. കീം 2025 ഏപ്രിൽ 23 മുതൽ 29 വരെ നടക്കുന്ന കേരള എഞ്ചിനീയറിംഗ് ബിഫാം എൻട്രൻസ് എക്സാമുകളുടെ അഡ്മിറ്റ് കാർഡുകൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. ce.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ കേരളത്തിലെ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിൻ്റെ അഡ്മിറ്റ് കാർഡും ബിഫാമിൻ്റെ അഡ്മിറ്റ് കാർഡും നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. എഞ്ചിനീയറിംഗിനും ബിഫാമിനും അപേക്ഷ സമർപ്പിച്ചവർക്ക് 2 എക്സാമുകളും പ്രത്യേകമാണ്. 2 എക്സാമിനും പ്രത്യേകം അഡ്മിറ്റ് കാർഡുകൾ ലഭ്യമാവും. 2 എക്സാമും വേറെ തീയതികളിൽ അറ്റൻഡ് ചെയ്യേണ്ടതാണ്. മുൻ പ്രസിദ്ധപ്പെടുത്തിയതിൽ നിന്നും വ്യത്യസ്തമായി 29-ാം തീയതിയും കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാം നടത്തുന്നുണ്ട്. ബിഫാമിന് മാത്രമുള്ള എക്സാം 24-ാം തീയതിയും 29-ാം തീയതിയുമാണ്. ഡീറ്റെയിൽസിലോട്ട് നമുക്കൊന്ന് കണ്ണോടിക്കാം. എല്ലാ വിദ്യാർത്ഥികളുടെയും അഡ്മിറ്റ് കാർഡുകൾ ce.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്താൽ നമുക്ക് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാം. അതോടൊപ്പം തന്നെ ഓൺലൈനായിട്ട് നടക്കുന്ന ഈ എൻട്രൻസ് എക്സാമിൻ്റെ ഒരു മോക്ക് ടെസ്റ്റും കേരള എൻട്രൻസ് കമ്മീഷൻ വെബ്സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ആ ഡെമോ ടെസ്റ്റും ഇപ്പോൾ എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാവുന്നതാണ്. കേരളയുടെ വെബ് പോർട്ടൽ വഴി തന്നെയാണ് മോക്ക് ടെസ്റ്റും എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നത്. അഡ്മിറ്റ് കാർഡ് ഒരു സിംഗിൾ A4 സൈസ് പോർട്രേറ്റ് ആയിട്ടാണ് പ്രിൻ്റ് ഔട്ട് എടുക്കേണ്ടത്. അത് ബ്ലാക്ക് ആൻഡ് വൈറ്റോ കളറോ ഏത് വേണമെങ്കിലും പ്രിൻ്റ് ഔട്ട് എടുക്കാം. യാതൊരുവിധ നിർബന്ധവും കളർ തന്നെ വേണം അല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഒരു സിംഗിൾ A4 പേജ് തന്നെയാണ് അഡ്മിറ്റ് കാർഡ്. ഒറ്റ പേജ് മാത്രമേ ഉള്ളൂ. കാൻഡിഡേറ്റിൻ്റെ ഫോട്ടോയും സിഗ്നേച്ചറും അതിനകത്ത് നിർബന്ധമായും ഉണ്ടായിരിക്കണം. നമുക്ക് അറിയാം, ഏപ്രിൽ 3-ാം തീയതി ഫോട്ടോയും സിഗ്നേച്ചറും ഒക്കെ വേണമെങ്കിൽ മെമ്മോ വന്നവർക്ക് അപ്ഡേറ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നു. ആരെങ്കിലും അത് കാണാതെ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമേജ് അപ്ഡേറ്റ് ചെയ്യണം, അതിനകത്ത് കറക്ഷൻ ഉണ്ട് എന്നുള്ള മെസ്സേജാണ് കാണുന്നതെങ്കിൽ, മെമ്മോയാണ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ ഏത് ഇമേജിനാണോ കറക്ഷൻ അത് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ 24 hours തന്നെ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ലഭ്യമാവുന്നതാണ്. അഡ്മിറ്റ് കാർഡ് നമുക്കറിയാം ഫോട്ടോയും സിഗ്നേച്ചറും ഉണ്ട്. കാൻഡിഡേറ്റിൻ്റെ ഫോട്ടോയും സിഗ്നേച്ചറും ഉള്ള അഡ്മിറ്റ് കാർഡ് തന്നെ വേണം നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാൻ. ഇൻ കേസ് നിങ്ങളത് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഇൻ്റർനെറ്റിൻ്റെ ഒരു ലഭ്യതക്കുറവ് മൂലം ഫോട്ടോയോ സിഗ്നേച്ചറോ വന്നില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഡൗൺലോഡ് ചെയ്യേണ്ടതാണ്. നിർബന്ധമായും ഫോട്ടോയും സിഗ്നേച്ചറും നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്തപ്പോഴത്തെ അതേ ഫോട്ടോയും സിഗ്നേച്ചറും അതിനകത്തുണ്ട്. അതുൾപ്പെടെ വേണം പ്രിൻ്റ് ഔട്ട് എടുക്കാനായിട്ട്. നിങ്ങളുടെ എക്സാം സെൻറ്റർ എവിടെയാണെന്നുള്ള വെന്യൂ വിത്ത് ഡീറ്റെയിൽ അഡ്രസ്സോടുകൂടി കൊടുത്തിട്ടുണ്ട്. എക്സാം ഡേറ്റ് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ 23-ാം തീയതി എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാം, 24-ാം തീയതി ബിഫാമിൻ്റെ എൻട്രൻസ് എക്സാം, 25 മുതൽ 28 വരെയാണ് കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാം എന്ന് പറഞ്ഞിരുന്നു. 29-ാം തീയതി വൈകുന്നേരം ബിഫാം എൻട്രൻസ് എക്സാം എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ അഡ്മിറ്റ് കാർഡ് വന്നപ്പോൾ കുറേ അധികം പേർക്ക് 29-ാം തീയതി തന്നെ പരീക്ഷയുണ്ട്. അത് തീർച്ചയായിട്ടും ആ ഡേറ്റ് ഉള്ളത് തന്നെയാണ്. പുതിയ നോട്ടിഫിക്കേഷൻ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 29 നമുക്കറിയാം NCET എൻട്രൻസ് എക്സാം നടക്കുന്നുണ്ട്. ഈ എൻട്രൻസ് എക്സാം ആരെങ്കിലും എഴുതുന്നുണ്ടെന്നുണ്ടെങ്കിൽ കേരള എൻട്രൻസ് കമ്മീഷണർക്ക് ഇമെയിൽ വഴി അന്ന് മറ്റൊരു എക്സാം ഉണ്ട്, 29-ാം തീയതി NCET എക്സാം ഉണ്ട് എന്നുള്ളത് അറിയിക്കുകയും നിങ്ങളുടെ NCETയുടെ ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസും കേരളയുടെ അഡ്മിറ്റ് കാർഡും കൂടി ഇമെയിൽ ചെയ്ത് കഴിഞ്ഞാൽ എക്സാം ഡേറ്റ് കേരള എൻട്രൻസ് കമ്മീഷണർ പുനഃപരിശോധിക്കുന്നതുമാണ്. 29-ാം തീയതി വരെ എക്സാം ഉണ്ട്. ബിഫാമിന് സെപ്പറേറ്റ് എക്സാമാണ്. എഞ്ചിനീയറിംഗിനും ബിഫാമിനും അപേക്ഷിച്ചവർക്ക് 2 റാങ്ക് ലിസ്റ്റിലും പേര് വരണമെങ്കിൽ 2 പരീക്ഷയും നിർബന്ധമായും എഴുതിയിരിക്കണം. എഞ്ചിനീയറിംഗിൻ്റെ ഫിസിക്സ് കെമിസ്ട്രി മാത്രം ഉപയോഗിച്ചുകൊണ്ട് ബിഫാം റാങ്ക് ലിസ്റ്റ് ഉണ്ടാകുകയില്ല. എക്സാം വെന്യൂ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ എക്സാമിൻ്റെ അഡ്രസ്സ് നിങ്ങൾക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എക്സാം ഡേറ്റ് ഉണ്ട്. അതുപോലെ റിപ്പോർട്ടിംഗ് ടൈം 12 to 1:30. നമുക്ക് ഉച്ച കഴിഞ്ഞിട്ടുള്ള സെഷൻ ആണെങ്കിൽ 12 to 1:30 ആണ് റിപ്പോർട്ടിംഗ് ടൈം. രാവിലത്തെ സെഷൻ നിങ്ങൾക്കറിയാം എക്സാം ഉണ്ട്. എക്സാം 2 to 5 ആണ്. ആഫ്റ്റർനൂൺ സെഷൻ ആണെങ്കിൽ, രാവിലെ ആണെങ്കിൽ 9 to 12 ആണല്ലോ. അപ്പോൾ ആ എക്സാം ഓൺലൈൻ എക്സാം ആണ്. ഈ റിപ്പോർട്ടിംഗ് ടൈമിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റും അവൈലബിൾ ആണ്. അതുകൊണ്ട് കഴിയുന്ന നേരത്തെ ഏറ്റവും മിനിമം സമയത്ത് തന്നെ നിങ്ങൾ, അതായത് റിപ്പോർട്ടിങ്ങിൻ്റെ ആദ്യ സമയത്ത് തന്നെ നിങ്ങൾ എക്സാം ഹാളിൽ റിപ്പോർട്ട് ചെയ്യുക. ഫോട്ടോ ക്യാപ്ചറിനൊക്കെ ശേഷം നിങ്ങൾക്ക് റൂം അലോട്ട് ചെയ്യുന്നതാണ്. നിങ്ങൾക്കപ്പോൾ ആവശ്യത്തിന് സമയം ഡെമോ ടെസ്റ്റ് അവിടെ ഇരുന്നും അറ്റൻഡ് ചെയ്യാനുള്ള സാഹചര്യം കിട്ടുകയും ചെയ്യും. കാൻഡിഡേറ്റിൻ്റെ ഫോട്ടോയും സിഗ്നേച്ചറും വെബ്സൈറ്റിലുണ്ട്. ഡീറ്റെയിൽഡ് ഇൻസ്ട്രക്ഷൻസിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടുപോകേണ്ടത് എന്തൊക്കെയാണ്? ഒരു അഡ്മിറ്റ് കാർഡ്, A4 സൈസിലുള്ള അഡ്മിറ്റ് കാർഡ്, കളർ അല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഏത് വേണമെങ്കിലും ആകാം. ഒപ്പം വാലിഡ് ID പ്രൂഫ്, വാലിഡ് ആയിട്ടുള്ള ഒരു ID പ്രൂഫ്. ഏതൊക്കെ ID പ്രൂഫായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും? അത് ഫോട്ടോ ID ആണ്. അതിനകത്ത് അഡ്രസ്സ് ഒന്നും മാച്ച് ചെയ്യുന്നില്ല, അച്ഛൻ്റെ അമ്മയുടെ പേരോ ഡേറ്റ് ഓഫ് ബർത്ത് ഒന്നും മാച്ച് ചെയ്യുന്നില്ല. കുട്ടിയുടെ പേരും കുട്ടിയുടെ ഫോട്ടോയും കണ്ടാൽ ആളെ തിരിച്ചറിയാൻ കഴിയുന്ന ഒരു ID പ്രൂഫ് ആയിരിക്കണം കൊണ്ടുപോകേണ്ടത്.
സ്കൂൾ ഐഡൻറ്റിറ്റി കാർഡ്, ക്ലാസ് 12ൻ്റെ അഡ്മിറ്റ് കാർഡ് ഹോൾ ടിക്കറ്റ്, ഫോട്ടോഗ്രാഫ് ഉള്ളത്, ആധാർ കാർഡ്, ആധാർ, വോട്ടേഴ്സ് ID, ബാങ്ക് പാസ്ബുക്ക്, പാൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട്, അതുപോലെ തന്നെ ഗസറ്റഡ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ ഫോട്ടോയെ സാക്ഷ്യപ്പെടുത്തിയ ഒരു പകർപ്പ്, ഒരു വൈറ്റ് പേപ്പർ നമ്മുടെ അഡ്രസ്സും ഡീറ്റെയിൽസും എഴുതി ഫോട്ടോ ഒട്ടിച്ച് ആ ഫോട്ടോയിൽ ഗസറ്റഡ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തുകയാണെങ്കിൽ അത് മതിയാകും. അല്ലെങ്കിൽ +2ൻ്റെ പ്രിൻസിപ്പൾ സാക്ഷ്യപ്പെടുത്തിയാലും ഫോട്ടോ ID പ്രൂഫായിട്ട് നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഇതൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് ഓൺലൈൻ ടെസ്റ്റാണ് എഞ്ചിനീയറിങ്ങിനും B.Pharm-നും. അതുകൊണ്ട് തന്നെ നമുക്ക് ടൈം ഷെഡ്യൂളിൽ തന്നെ നിങ്ങൾ നിർബന്ധമായും അറ്റൻഡ് ചെയ്യണം. നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് അവിടെ അവൈലബിൾ ആകുന്നതാണ്. നമുക്ക് പരീക്ഷ തുടങ്ങുന്നതിനും ഹാഫ് ആൻ അവറിനുള്ളിൽ ഗേറ്റ് ക്ലോസ് ചെയ്യും. അതായത് 2 മണിക്കാണ് തുടങ്ങുന്നതെങ്കിൽ 1:30 ഗേറ്റ് ക്ലോസ് ചെയ്യും. അതിനുശേഷം ആരെയും കടത്തിവിടുകയില്ല. 9 മണിക്കാണ് എക്സാം തുടങ്ങുന്നതെങ്കിൽ 8:30 തന്നെ ഗേറ്റ് ക്ലോസ് ചെയ്യും. അതിനു മുമ്പ് തന്നെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണം. എല്ലാ എക്സാമും ഉച്ച കഴിഞ്ഞിട്ടാണ്, 2 മുതൽ 5 വരെയാണ് എല്ലാ എക്സാമും ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ആ ഡേറ്റ് തന്നെയാണ് അഡ്മിറ്റ് കാർഡ് വന്നിരിക്കുന്നത്. 29-ാം തീയതി കൂടെ ഡേറ്റ് വന്നെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ 12 to 1:30 ആണ് എല്ലാവരുടെയും റിപ്പോർട്ടിംഗ് ടൈം. 1:30 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗേറ്റ് ക്ലോസ് ചെയ്യും. 2 o'clock തന്നെ ഓൺലൈൻ എക്സാം ആരംഭിക്കുക. അതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ഡെമോ ടെസ്റ്റ് കിട്ടും. അപ്പം മാക്സിമം 12 o'clock നിങ്ങൾ എക്സാം സെൻറ്ററിൽ ചെന്നിരിക്കണം. കാൻഡിഡേറ്റ് ഷുഡ് പ്രൊഡ്യൂസ് ദ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് വെബ്സൈറ്റ്. എൻട്രൻസ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത അഡ്മിറ്റ് കാർഡ് തന്നെ ഉപയോഗിക്കണം. അലോക്കേറ്റഡ് സീറ്റ് ഫോട്ടോ ക്യാപ്ചർ ചെയ്തതിനു ശേഷം നമ്മളുടെ സീറ്റ് അലോക്കേറ്റ് ചെയ്യും. അതുപോലെ തന്നെ മെറ്റലായിട്ടുള്ള കാര്യങ്ങൾ, വാച്ച്, മെറ്റലായിട്ടുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ദയവായിട്ട് കൊണ്ടുപോകരുത്. നിങ്ങളുടെ ഓർണമെൻറ്റ്സ് ഒന്നും അവിടെ സൂക്ഷിക്കാനുള്ള സ്ഥലം ഉണ്ടാവില്ല. ഓർണമെൻറ്റ്സ് ആയിട്ടുള്ള ഒന്നും നിങ്ങൾ കൊണ്ടുപോകാൻ പാടില്ല. വാച്ച് കൊണ്ടുപോകാൻ പാടില്ല. അതുപോലെ തന്നെ പിന്നെ നിങ്ങൾക്കറിയാം, മൊബൈൽ ഫോണ്, കാൽക്കുലേറ്റർ, ഇലക്ട്രോണിക്സ് വാച്ചസ്, ടെക്സ്റ്റൽ, പ്രിന്റഡ്, റിട്ടേൺ മെറ്റീരിയൽസ് ഒന്നും നിങ്ങൾക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ഇതില്ല. ആകെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത് അഡ്മിറ്റ് കാർഡ്, അതുപോലെ തന്നെ ഫോട്ടോ ID പ്രൂഫ്, ഒരു പേന, അത് മാത്രമേ നിങ്ങൾക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അഡീഷണൽ വർക്ക് ചെയ്യാനുള്ള ഷീറ്റ് നമുക്ക് അവിടെ നിന്ന് തന്നെ തരും. അതിനകത്ത് നിങ്ങൾക്ക് റോൾ നമ്പർ, നിങ്ങളുടെ പേര് എഴുതുന്നു. എക്സാം കഴിയുമ്പോൾ അത് അവിടുത്തെ ബോക്സിൽ തന്നെ ഇട്ടിട്ട് വേണം നമുക്ക് വെളിയിൽ വരാനായിട്ട്. അതുകൊണ്ട് അഡീഷണൽ ഷീറ്റ് എക്സാം സെൻറ്ററിൽ നിന്നാണ് അലോട്ട് ചെയ്യുന്നത്. അഡ്മിറ്റ് കാർഡും ID പ്രൂഫും പേനയും മാത്രം നിങ്ങൾ കൊണ്ടുപോയാൽ മതിയാകും. ബാക്കി നമുക്കറിയാം, നിങ്ങളുടെ അറ്റൻഡ് ഷീറ്റിൽ സിഗ്നേച്ചർ ചെയ്യുക, അവിടുത്തെ എക്സാം ഹാളിലെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ അവർ വളരെ നേരത്തെ തന്നെ 1:30 മുമ്പ് തന്നെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തുകൊള്ളും. 2 to 5 PM നമുക്ക് എക്സാം എഴുതാം. B.Pharm എക്സാം നമുക്കറിയാം 3:30 to 5 o'clock ആണ്. 1.5 മണിക്കൂറാണ് എക്സാം. കേരള എഞ്ചിനീയറിംഗ് 3 മണിക്കൂറാണ് എക്സാം. അപ്പോൾ ഇതിന് സെപ്പറേറ്റ് എക്സാം ആണെന്നുള്ളത് നിങ്ങൾ ഓർത്തിരിക്കണം. കേരള എഞ്ചിനീയറിംഗിനും B.Pharm-നും നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ 2 ഹോൾ ടിക്കറ്റുമായിട്ട് 2 ദിവസം നിങ്ങൾ പരീക്ഷ എഴുതണം എന്നുള്ളത് വ്യക്തമായിട്ട് ഓർമ്മയിലിരിക്കണം. കേരള എഞ്ചിനീയറിംഗ് എക്സാമിൻ്റെ ഡേറ്റ് നേരത്തെ പറഞ്ഞിരുന്നത് 23, 25, 26, 27, 28, 2 മുതൽ 5 വരെ ആയിരുന്നു. എന്നാൽ അത് 29-ാം തീയതിയും 2 മുതൽ 5 വരെ കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാം ഉണ്ട്. B.Pharm-ന്റെ എൻട്രൻസ് എക്സാം 11:30 മുതൽ 1 മണി വരെയും 3:30 മുതൽ 5 മണി വരെയും 29-ാം തീയതി 3:30 മുതൽ 5 മണി വരെയുമാണ് പറഞ്ഞിരുന്നത്. എഞ്ചിനീയറിംഗ് എക്സാം മാത്രമാണ് 29-ാം തീയതി കൂടുതലായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ടൈമിനെ കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാവണം. 2നും അപ്ലൈ ചെയ്തവർക്ക് വ്യത്യസ്ത സമയവുമായിരിക്കും. അത് നിങ്ങൾ അഡ്മിറ്റ് കാർഡ് നോക്കിയിട്ട് വ്യക്തമായിട്ടും നിങ്ങളുടെ ടൈം ഷെഡ്യൂളും അവിടെ റിപ്പോർട്ടിംഗ് ടൈമും നോക്കി മനസ്സിലാക്കിയിട്ട് വേണം എക്സാം ഹാളിലേക്ക് പുറപ്പെടാൻ. കീം 2025-ന്റെ കാൻഡിഡേറ്റ് പോർട്ടലിൽ ആപ്ലിക്കേഷൻ വരും പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്തിട്ടാണ് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യേണ്ടതും ഡെമോ ടെസ്റ്റ് ഇപ്പോൾ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ടും സാധിക്കുന്നത്. ce.kerala.gov.in എന്ന കേരള എൻട്രൻസ് കമ്മീഷന്റെ വെബ്സൈറ്റാണ് നിങ്ങൾ പരിശോധിക്കേണ്ടത്. കേരള എഞ്ചിനീയറിംഗ് അതുപോലെ തന്നെ B.Pharm-ന്റെ എക്സാമിന് ശേഷം മെയ് ആദ്യ വാരത്തോടുകൂടി തന്നെ നിങ്ങളുടെ കേരള എഞ്ചിനീയറിംഗിൻ്റെയും B.Pharm-ന്റെയും സ്കോർ എത്രയാണെന്നുള്ളത് പബ്ലിഷ് ചെയ്യും. അതിനുശേഷം ജൂൺ ആദ്യത്തെ ആഴ്ചയിൽ +2 മാർക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ള അവസരം ഉണ്ടാകും. ജൂൺ ഏതാണ്ട് പകുതിയോടുകൂടി തന്നെ കേരള എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയും അലോട്ട്മെന്റ് നടപടികളിലേക്ക് കേരള എൻട്രൻസ് കമ്മീഷണർ കടക്കുകയും ചെയ്യും. കേരളത്തിലെ ഏതാണ്ട് 12 ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജുകൾ, 25ഓളം അർദ്ധ സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജുകൾ, 110ഓളം സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജുകളുടെ ഒക്കെ എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്ക് വേണ്ട 51ഓളം കോഴ്സുകളാണ് എഞ്ചിനീയറിംഗിനായിട്ടുള്ളത്. അതുപോലെ തന്നെ B.Pharm-ന്റെ ഗവൺമെൻറ് മേഖലയിലെയും സ്വകാര്യ മേഖലയിലെയും ഒക്കെ ഈ അധ്യയന വർഷത്തിലെ സീറ്റുകൾക്കാണ് ഈ റാങ്കുകൾ ഉപയോഗിക്കുന്നത്. അപ്പം ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾ തയ്യാറെടുത്തിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നു. ഏറ്റവും നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയും ചെയ്യുന്നു. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. Brilliant Study Center, India's #1 coaching center for NEET and JEE.